ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ടച്ചിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു പില്ലോ കവറിൻ്റെ മുകളിലുള്ള ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫാബ്രിക് എടുത്തിട്ട് തന്നെ നമുക്ക് എന്താണോ എംബ്രോയ്ഡറി ചെയ്യേണ്ടത് വെച്ചാൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കുക. ഞാനിവിടെ ലിറ്റിൽ എന്നൊക്കെ എഴുതിയപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് മിനിറ്റിലാണ് എനിക്കത് മനസ്സിലായത്, എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പം നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ആ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് നമ്മൾ എഫിൽ വെക്കണം, വിഡ്ത്ത് 4-ൽ, ടെൻഷൻ 5-ൽ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പാറ്റേൺ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിഗ്സാഗ് സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇതൊരു സാറ്റിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയില്ലേ, അത് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഫാബ്രിക് നമ്മൾ എടുത്തിട്ട് അതുപോലെ വെച്ച് കൊടുക്കുക. എവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക. അവിടെ വെച്ച് കൊടുത്തിട്ട് ഇത് നമ്മുടെ ഒരു കൺട്രോൾ ചെയ്യണം കേട്ടോ, നമ്മുടെ ഹാൻഡ് കൺട്രോൾ ചെയ്യണം. ഹാൻഡ് കൺട്രോൾ ചെയ്യാതെ നമുക്ക് ഫ്രീ മോഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിന് വേറെ ഒരു ഫൂട്ടുണ്ട്, ഫ്രീ മോഷൻ ഫൂട്ടെന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കിട്ടും. ഇത് നമ്മളിത് കൺട്രോൾ ചെയ്ത് പോകണം. നമ്മൾ ഫസ്റ്റ് ലെറ്റർ എല്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ്, കണ്ടില്ലേ. നമ്മൾ കൈ കൊണ്ടൊക്കെ തുന്നാണെങ്കിൽ ഇത് ഒരുപാട് ടൈം വേണം. കണ്ടില്ലേ, നമ്മൾ മൈ ലിറ്റിൽ ഗേൾ ലവ് യു എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ മോൾക്കൊരു പില്ലോ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കിതിനൊരു ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ സെയിം വിഡ്ത്തും ടെൻഷനും ഒക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ബോർഡറും ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതൊരു പില്ലോ കവറാക്കിയിട്ട് എടുക്കാൻ പോവുകയാണ്. പില്ലോ കവറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയില്ലേ പില്ലോ കവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്നാലും ഞാൻ ഇതിൻ്റെ വക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് പൈക്കോട്ട് ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. പൈക്കോട്ട് ഫൂട്ട് ഞാൻ വെച്ച് കൊടുത്തു. ഇതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. പൈക്കോട്ട് ഫൂട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പൈക്കോട്ട് ഫുഡിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്യുക.
പൈക്കോട്ട് ഫ്ലൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് ഇത്. ഇതിന് ഞാൻ സിഗ്സാക്ക് സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഓവർലോക്കിങ്ങിൻ്റെ ഒരു പാറ്റേണിൽ നമുക്കിത് കിട്ടും. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. ലെങ്ത്തും വിഡ്ത്തൊക്കെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ മറ്റേ സൈഡും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ പില്ലോ കവർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പില്ലോക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പില്ലോ കവർ. മൈ ലിറ്റിൽ ഗേൾ ലവ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.